ഹലോ, നമുക്ക് ഇന്നത്തെ ഓഫറുകൾ നോക്കിയാലോ? ആദ്യം തന്നെ നമുക്ക് ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ പ്ലാന്റ്സ് നോക്കാം കേട്ടോ. നമുക്ക് നല്ല അത്യാവശ്യം വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു പ്ലാന്റിന് 70 രൂപയാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല കിടിലിനായിട്ട് നല്ല ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡൊക്കെ ആയിട്ട് ഒരുപാട് കളറുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന എല്ലാം നമുക്കിപ്പോൾ സെയിൽ ചെയ്യാനുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാൻസും അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് 2 തൈകളും 3 തൈകളൊക്കെ ഉണ്ടാവും കേട്ടോ, കുഞ്ഞു കുഞ്ഞു തൈകൾ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു പോട്ടിൽ ഒരു തൈ മാത്രമേ പാടുള്ളൂ, എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് വളരുള്ളൂ കേട്ടോ, ഈ ആഫ്രിക്കൻ വയലറ്റ്സ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ തരുന്ന സമയത്ത് ആ 2 ചെടികൾ സെപ്പറേറ്റ് ആക്കിയിട്ട് വേറെ വേറെ പോട്ടി നട്ട് വെക്കുക. അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ ലീഫ് ചീഞ്ഞു പോയാൽ ഇതിൻ്റെ അടിയിലുള്ള നമ്മുടെ ഈ ഡാലിയേൻ്റെ ഒക്കെ കിഴങ്ങ് പോലെയുള്ള കിഴങ്ങുണ്ടാകും. അത് നമ്മൾ അതിൽ നിന്ന് പൊട്ടി മുളച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ തൈകൾ ഉണ്ടായി വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കളറുകളാണ്. നമുക്ക് ഡബിൾ പെറ്റൽ അവൈലബിൾ ആണ്. ഇപ്പോൾ സിംഗിൾ പെറ്റൽ മാത്രമാണ് ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ചില എന്താ പറയുക, ചില കളറുകൾ മാത്രം, ഒരു 2-3 കളറുകൾ മാത്രം കിട്ടും. ഒരു 2-3 പ്ലാന്റുകൾ മാത്രമേ ഡബിൾ പെറ്റലായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇതാണെങ്കിൽ സിംഗിൾ പെറ്റലാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാത്തിലും ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സിനാണ് 70 രൂപ വരുന്നത് കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ്. 2-3 തൈകളൊക്കെ ഉണ്ടാകും. അപ്പോൾ പല കളറാണ് ഇതിന് വരുന്നത് കേട്ടോ. 2 ഷെയ്ഡൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡാർക്ക് ഷെയ്ഡിലുള്ള കളറുകളാണ് ഇത് ഫുള്ള്. നല്ല പ്ലാന്റ്സ് ആണ്, ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അണ്ടർ കസ്റ്റമർ റിസ്കിലായിരിക്കും ആഫ്രിക്കൻ വയലറ്റ്സ് അയക്കുന്നത് കേട്ടോ. അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മഡഗാസ്കർ ജാസ്മിൻ ആണ്. ഇതൊക്കെ നമ്മുടെ സെല്ലിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല വലിയ പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന എല്ലാം നമ്മുടെ വലിയ പ്ലാന്റ്സ് ആണ്. ചിലതിൽ പൂവുണ്ടാവും, അത് ചിലതിൽ ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു സെയിം പൂക്കളായിരിക്കും കേട്ടോ ഇതിനുണ്ടാവുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ അയക്കും. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഈ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ മിനിയേച്ചർ വെറൈറ്റി അതുപോലെ തന്നെ ഈ പ്ലാന്റിന് സ്മോൾ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. അതിന് നമുക്ക് 55 രൂപയാണ് കേട്ടോ വരുന്നത്. ചെറിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു സെയിം ലീഫുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ അതിൽ 2 ലീഫൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും ചെറിയ ഇങ്ങനെ തളുത്ത് വരുന്ന പാകത്തിനുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ. എന്നാൽ മിനിയേച്ചർ വെറൈറ്റി അങ്ങനെയല്ല ഉണ്ടാവും കേട്ടോ പ്ലാന്റ്സ്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂഷിയാണ്. നമുക്കിപ്പോൾ ഇത് മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ. നമുക്ക് മിനിയേച്ചറായിട്ട് 2 കളർ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിപ്പോൾ ഡാൻസിങ് ഡോളൊക്കെ എന്നറിയപ്പെടും ഈ ഫ്യൂഷ്യ പ്ലാന്റ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്ലവേഴ്സ്. ഇതിന് നമുക്ക് ഇതിൻ്റെ നാടൻ വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇത് മിനിയേച്ചറാണ്. ഈ സെയിം പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ, വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള. മിനിയേച്ചറിൽ 2 പ്ലാന്റ് നമ്മൾ വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ളതാണ് അയക്കുന്നത്. പിന്നെ ഒരു 4 കളറ് പ്ലാന്റും കൂടി കിട്ടും കേട്ടോ. അപ്പോൾ അത് ഈ ഒരു വെറൈറ്റി അല്ല, അത് വേറെ കുറച്ചും കൂടി വലിയ പൂക്കളുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും അധികം കെയറിൻ്റെ കാര്യത്തിനൊന്നും ആവശ്യമില്ല. ഏത് കാലാവസ്ഥ വേണേലും വളരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായി നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റാണ് ഈ ഫ്യൂഷ്യ എന്ന് പറയുന്നത്. ഏത് കാലാവസ്ഥയിലും ഒരുപോലെ തന്നെ വളരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്കിപ്പോൾ മിനിയേച്ചറിൽ 2 കളറും അല്ലാതെ നമുക്ക് 3-4 കളറും കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതേപോലെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക. കുറച്ച് വലിയ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഫ്യൂഷ്യ പ്ലാന്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ. നമുക്ക് കുറച്ച് സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റും ഞാൻ പറയാം കേട്ടോ. എല്ലാവരും ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ ക്യാൻഡി ഫേൺ ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കിടിലിനായിട്ടുള്ള ഒരു ലീഫി പ്ലാന്റ് വെറൈറ്റി തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ അധികം മെയിൻ്റനൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, അധികം നനവിൻ്റെയും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ പിടിച്ച് കയറി വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ എല്ലാ കാലാവസ്ഥയിലും വളരും. ഇതിൻ്റെ ജിഫി പാക്ക് നമുക്ക് അവൈലബിൾ ആണ്. 2-ന് 2 റേറ്റ് ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ പോട്ടിൽ സെറ്റ് ചെയ്ത് വരുന്നതാണെന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടാവും. മറ്റേതെന്ന് പറഞ്ഞാൽ ചെറിയ ഇലകളായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. ഇതേപോലെ ഇരിക്കും കേട്ടോ. നമ്മൾ ഈ ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ കോട്ടൺ കാൻഡി ഫേണിൻ്റെ ലീഫ് ഇതേപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ആഫ്രിക്കൻ വയലറ്റ്സ്, അതേപോലെ മഡഗാസ്കർ ജാസ്മിൻ, ഫ്യൂഷ്യ, കോട്ടൺ ക്യാൻഡി ഫേൺ, ഇത്രയും നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഇട്ടേക്കുന്നത്, വീക്കിലി ഓഫറിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ. പിന്നെ എൻ്റെ കാറ്റലോഗ് ഞാൻ അടി കൊടുത്തേക്കാം. ജസ്റ്റ് അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യുക. ജമന്തിൻ്റെയും അതേപോലെ നമ്മുടെ കളാഞ്ചിൻ്റെ ഒന്നും ഓഫർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ വാങ്ങാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓർഡർ തന്നോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു ഓഫറുമായിട്ട് നാളെ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക കേട്ടോ.